ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരേ കൃഷ്ണ. ജി ശ്രീ രാധേ രാധേ. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാമോദര മാസത്തിലെ അവസാനത്തെ 5 ദിവസം, അതായത് നവംബർ 1 മുതൽ നവംബർ 5 വരെയുള്ള ദിവസം ദിവ്യവും പവിത്രവുമായിട്ടുള്ള ദിവസങ്ങളാണ്. ഈ ദിവസത്തെ ഭാഗവത പുരാണം, സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ ഭീഷ്മ പഞ്ചക വ്രതം എന്ന പേരിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാമോദരൻ അനന്താനുഗ്രഹം നൽകുന്ന 5 ദിവസങ്ങളാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. നമുക്കാദ്യം ഇതിന്റെ ഐതിഹ്യം എന്തെന്ന് നോക്കാം. ഭീഷ്മ പിതാമഹൻ യുദ്ധത്തിൽ വീണ ശേഷം ശരശയിൽ കിടന്നുകൊണ്ട് സൂര്യൻ ഉത്തരായനമാകുവാൻ കാത്തുകിടന്നു. അന്നേ മാസം കാർത്തികയായിരുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനോടും യുദ്ധം കഴിഞ്ഞ പാണ്ഡവരോടും ഭീഷ്മൻ ധർമ്മം, സത്യവ്രതം, ബ്രഹ്മചര്യം, രാജധർമ്മം എന്നിവയെക്കുറിച്ച് മഹത്തായ ഉപദേശങ്ങൾ നൽകി. ഭീഷ്മ പിതാമഹൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം പ്രാപിച്ച ദിവസമാണ് കാർത്തിക പൗർണമി. അതിനാൽ ആ അവസാന 5 ദിവസങ്ങളെ ഭീഷ്മ പഞ്ചകം എന്ന് വിളിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിഷ്ണു ആരാധനയും ഉപവാസവും ചെയ്താൽ ഭീഷ്മരെ പോലെ തന്നെ മോക്ഷം ലഭിക്കും എന്ന് സ്കന്ദപുരാണവും പത്മപുരാണവും വൈഷ്ണവഖണ്ഡം തുടങ്ങിയ പുരാണങ്ങൾ പറയുന്നു. ഇനി ഈ 5 ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് നോക്കാം. ഈ 5 ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിക്കാൻ ശ്രമിക്കുക. സാധിക്കാത്തവർ സൂര്യോദയത്തിന് 6 നാഴിക മുന്നെയെങ്കിലും സ്നാനം ചെയ്യുക. കുളിക്കുമ്പോൾ ഗംഗാദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഗംഗാദേവിയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം സ്നാനം ചെയ്യാനായിട്ട്. അപ്പോൾ ഗംഗാദേവിയുടെ മന്ത്രം അറിയാത്തവർക്കായിട്ട് ഞാനിവിടെ മന്ത്രം എഴുതിയിടുന്നുണ്ട്. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ശേഷം എല്ലാ ദിവസവും ഈ 5 ദിവസവും രാവിലെ തുളസിക്ക് ജലം സമർപ്പിക്കുക. കൂടാതെ രാവിലെയും വൈകിട്ടും ഈ 5 ദിവസവും രാവിലെയും വൈകിട്ടും തുളസിക്ക് ഒരു നെയ്ദീപം കൊളുത്തി തുളസി ദേവിയുടെ മന്ത്രം ചൊല്ലി തുളസി ദേവിയെ 3 തവണ വലം വെച്ച് പ്രാർത്ഥിക്കുക. തുളസി ദേവിയെ വലം വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം: പ്രസീദ തുളസി ദേവി, പ്രസീദ ഹരിവല്ലഭേ, ക്ഷീരോദ് മദനോദ്ഭവേ, തുളസീത്വം നമാമ്യഹം. ക്ഷീരസമുദ്രത്തിൽ മതിച്ചപ്പോൾ ഉത്ഭവിച്ചവളായ ഹരിയുടെ പ്രിയയായ തുളസി ദേവിയെ പ്രസന്നയാവേണമേ, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. ഞാനിവിടെ ഈ മന്ത്രം എഴുതിയിടുന്നുണ്ട്. മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ദീപം കൊളുത്തി തുളസിയില കൊണ്ട് അർച്ചിക്കുക. ദാമോദരാഷ്ടകം പാരായണം ചെയ്ത് ഉണ്ണിക്കണ്ണന് നീതിഭാരതി എടുക്കുക. ഇതുവരെ വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ഈ 5 ദിവസം വ്രതമെടുത്ത് നാമം ചൊല്ലുന്നത് വഴി 1 മാസം വ്രതമെടുത്ത് പുണ്യം കിട്ടും. അപ്പോൾ ഇതുവരെ ദാമോദരാഷ്ടകം ചൊല്ലി ഭഗവാന് നീതിഭാരതി എടുക്കാൻ സാധിക്കാത്തവർ ഈ 5 ദിവസമെങ്കിലും ദാമോദരാഷ്ടകം ചൊല്ലി ഭഗവാന് നീതിഭാരതി എടുക്കേണ്ടതാണ്. ഈ 5 ദിവസത്തിലെ ആദ്യ ദിവസമായ നവംബർ 1-ാം തീയതി ഏകാദശിയാണ്, ഉദ്ധാന ഏകാദശി. ഭഗവാൻ മഹാവിഷ്ണു തന്റെ 4 മാസത്തെ നിദ്രയ്ക്ക് ശേഷം ഉണരുന്ന ദിവസം. ലക്ഷ്മി ദേവിയാണ് ഭഗവാനെ ഉണർത്തിയത്. അത്രയധികം പ്രാധാന്യമുള്ള ഏകാദശിയാണ് ഉദ്ധാന ഏകാദശി. പൂർവജന്മ പാപങ്ങൾ നശിക്കാനും കുടുംബ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ലക്ഷ്മി കടാക്ഷം ലഭിക്കാനും കൂടാതെ മരണാനന്തരം ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകം പ്രാപിക്കാനും സാധിക്കും എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഉദ്ധാന ഏകാദശിയെ പറ്റി വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ന് തുളസി വിവാഹത്തിന്റെ ആരംഭ ദിവസവുമാണ്. രണ്ടാമത്തെ ദിവസം നവംബർ 2 ദ്വാദശിയാണ്, ക്ഷീരാബ്ധ ദ്വാദശി.
തുളസി കല്യാണമാണ്. അപ്പോൾ തുളസി കല്യാണത്തെ പറ്റി വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്ന് തുളസി കല്യാണം നടത്താൻ സാധിക്കാത്തവർക്ക് നവംബർ 5-ാം തീയതി പൗർണമിയുടെ അന്നും തുളസി കല്യാണം നടത്താവുന്നതാണ്. ഇതിന്റെ മഹത്വവും ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ അന്ന് സോമവാര പ്രദോഷമാണ്. ഭഗവാൻ മഹാദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. ഭഗവാന് ദീപം കൊളുത്തി വയ്ക്കാവുന്നതാണ്. ദീപം കൊളുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ കെടാവിളക്കിൽ എണ്ണ പകർന്നാലും മതി. ഇനി നവംബർ 3-ാം തീയതി ത്രയോദശിയാണ്. ദീപദാനം ചെയ്യാവുന്നതാണ്. ദീപദാനം ഈ 5 ദിവസവും ചെയ്യാവുന്നതാണ്. എന്നാലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ദീപദാനം ചെയ്യണം. എന്താണ് ഈ ദീപദാനം എന്ന് നോക്കാം. സ്കന്ദപുരാണത്തിൽ പറയുന്നത്, ദീപദാനം മഹാപുണ്യം, സർവയജ്ഞ ഫലപ്രദം, അന്ധകാര നിവാരണം, പാപസന്താപനാശനം. ദീപദാനം മഹാപുണ്യമാണ്. അത് 1000 യാഗങ്ങളുടെ ഫലത്തിന് തുല്യമാണ്. അന്ധകാരവും പാപവും നീക്കുന്നു. ഈ ദീപദാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്ദീപം കൊളുത്തി വയ്ക്കുന്നതിനാണ്. പറ്റുമെങ്കിൽ ഒരു 9 ദീപമെങ്കിലും കൊളുത്തുക. ക്ഷേത്രത്തിൽ അതിനുള്ള സൗകര്യമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും മൺചിരാത് കൊണ്ടുപോയി അവിടെ ദീപം കൊളുത്തി വയ്ക്കാവുന്നതാണ്. കാർത്തിക മാസത്തിൽ ഇങ്ങനെ ദീപം കൊളുത്തുന്നത് കോടി പുണ്യമാണ് ഫലം. ദാമോദര മാസത്തിലെ ഈ ദീപദാനത്തിലൂടെ പാപനാശം, ഗൃഹത്തിൽ സമൃദ്ധിയും ശാന്തിയും, പിതൃസന്തോഷം, അനന്തമായ പുണ്യം, വിഷ്ണുലോകപ്രാപ്തി എന്നിവ കൈവരിക്കുന്നതാണ്. ദീപം കൊളുത്തുമ്പോൾ ശ്രീ ദാമോദരായ നമഃ, ദീപം സമർപ്പയാമി എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നീട് ഈ 5 ദിവസത്തിനുള്ളിൽ ഒരു ദിവസമെങ്കിലും പിതൃതർപ്പണം ചെയ്യുന്നതും പുണ്യദായകമാണ്. ഇനി 4-ാമത്തെ ദിവസം നവംബർ 4 ചതുർദശി തിഥിയാണ്. വൈകുണ്ഠ ചതുർദശി എന്നാണ് പറയുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത, പരമശിവനെയും മഹാവിഷ്ണുവിനെയും നമ്മൾ ഒന്നിച്ചാണ് ആരാധിക്കുന്നത്. പാപപരിഹാരത്തിനായിട്ടാണ് നമ്മൾ ഇന്നീ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നവംബർ 5-ാം തീയതി പൗർണമി തിഥിയാണ്. ദാമോദര മാസത്തിന്റെ അവസാന ദിവസം. ഇന്ന് ഭഗവാന് നെയ്ദീപാരതി എടുക്കുന്നത് മഹാപുണ്യമാണ്. അതായത് ഈ 30 ദിവസവും ഭഗവാന് നെയ്ദീപാരതി എടുക്കുന്നുണ്ടെങ്കിലും ഈ അവസാനത്തെ ദിവസത്തിലെ നെയ്ദീപാരതിക്ക് ഒരുപാട് മഹത്തരമുണ്ട്. അതായത് അന്നേ ദിവസം തുളസി കമ്പ് കൊണ്ടുള്ള നെയ്ദീപാരതിയാണ് എടുക്കേണ്ടത്. സാധാരണ കേരളത്തിലൊന്നും അത് പതിവില്ലെങ്കിലും നമുക്കും അത് ചെയ്യാവുന്നതാണ്. കാരണം തുളസിക്ക് അത്ര മഹത്വമുണ്ട്. പത്രം പുഷ്പം ഫലം മൂലം തുളസി സംഭവം സർവപാപനം മൃത്യുഹാദികം എന്നാണ് പറയുന്നത്. അതായത് തുളസിയുടെ എല്ലാ ഭാഗങ്ങൾക്കും, തുളസി നിൽക്കുന്ന മണ്ണിന് പോലും നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കാനും മൃത്യുദോഷം ഇല്ലാണ്ടാക്കാനും പറ്റും എന്നാണ് അർത്ഥം. ഈ 5 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും തുളസി കമ്പ് കൊണ്ട് ഭഗവാന് ആരതി എടുക്കണം. 5 ദിവസം എടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അവസാന ദിവസമെങ്കിലും ഭഗവാന് തുളസി കമ്പ് കൊണ്ട് ആരതി എടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ തുളസി കമ്പ് കൊണ്ട് ദീപം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറിയ ഉണങ്ങിയ തുളസി കമ്പെടുത്തിട്ട് പഞ്ഞത്തിരി ചുറ്റി അരമണിക്കൂർ നെയ്യിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം മൺചിരാതിൽ നെയ്യൊഴിച്ച് അത് കൊളുത്തി ഭഗവാന് ദീപാരതി എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, തുളസിക്കമ്പ് കത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും അത് നെയ്യിൽ മുക്കി വെക്കേണ്ടതാണ്. ഇങ്ങനെ ഭഗവാന് ദീപാരാധന എടുത്താൽ 1 കോടി ദീപങ്ങൾ ദാനം ചെയ്ത പുണ്യഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പ്രത്യേകിച്ച് കാർത്തിക മാസത്തിൽ. നവംബർ 1 മുതൽ 5 വരെ ചെയ്യാമെങ്കിലും അവസാന ദിവസം ഭഗവാന് തുളസി കമ്പ് കൊണ്ട് നെയ്ദീപാരതി എടുക്കാൻ മറക്കരുതേ.
ദാമോദര മാസത്തിലെ അവസാന ദിവസമായ നവംബർ 5-ാം തീയതി കാർത്തിക പൗർണമിയാണ്. ഭഗവാൻ പരമശിവന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് കാർത്തിക പൗർണമി. കാർത്തിക മാസത്തിലെ ഈ 25 ദിവസവും എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യാൻ സാധിക്കാത്തവർ ഈ 5 ദിവസങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി കാർത്തിക മാസത്തിലെ 30 ദിവസവും ഭഗവാന് നീതിഭാരതി എടുത്ത ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഗരുഡ പുരാണത്തിൽ ഭഗവാന് ഈ 5 ദിവസവും സമർപ്പിക്കേണ്ട വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ ദിവസം നവംബർ 1-ാം തീയതി ഭഗവാന്റെ പാദത്തിൽ താമരയാണ് സമർപ്പിക്കേണ്ടുന്നത്. രണ്ടാമത്തെ ദിവസമായ നവംബർ 2 ഭഗവാന്റെ തുടയിൽ കൂവളയില സമർപ്പിക്കുക. നവംബർ 3-ാം തീയതി ഭഗവാന്റെ പൊക്കിളിൽ ചന്ദനം ചാർത്തുക. 4-ാം തീയതി ഭഗവാന്റെ തോളിൽ ചെമ്പരത്തിപ്പൂക്കൾ സമർപ്പിക്കുക. 5-ാം തീയതി, അതായത് അവസാന ദിവസമായ നവംബർ 5-ാം തീയതി ഭഗവാന്റെ ശിരസിൽ മുല്ലപ്പൂക്കൾ സമർപ്പിക്കുക. ഈ 5 ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുക. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പന്റെയും മഹാദേവന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.